നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ടാക്സിൻ്റെ ബേസിക് ഡെഫിനീഷൻസ്, ടേംസ്, ഇൻട്രൊഡക്ഷൻ, പിന്നെ എപ്പോഴാണ് ആക്സലറേറ്റഡ് അസസ്മെൻറ്റ് നടത്തുക, അങ്ങനെയുള്ള ബേസിക് കണ്ടീഷൻസ് ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ഇൻകം ടാക്സിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇപ്പോൾ പ്രോബ്ലം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതാണ് യൂണിറ്റിന്റെ പേര്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ കേട്ടിട്ടുണ്ട് റെസിഡന്റ്, നോൺ റെസിഡന്റ്, NRIs കേട്ടിട്ടുണ്ടാവും, നോൺ റെസിഡന്റ് ഇന്ത്യൻസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയണത് എപ്പോഴാണ് ഒരു വ്യക്തി റെസിഡന്റ് ആവുന്നത്, എപ്പോഴാണ് ഒരു വ്യക്തി നോൺ റെസിഡന്റ് ആവുന്നത്, ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ ആ പ്രോബ്ലം പാർട്ടിലേക്കൊക്കെ കിടക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. എന്തിനാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, A ആൻഡ് B രണ്ടുപേരും ഒരേ സ്ഥലത്ത് എംപ്ലോയിഡ് ആയിട്ട് ഒരേ സാലറി ഏൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരേ കമ്പനിയിൽ ഒരേ സാലറി ഏൺ ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് അസ്യൂം ചെയ്യുക. ഇവർക്ക് വേറെ എക്സ്ട്രാ ഇൻകംസ് ഒന്നുമില്ല, ഉള്ള ഇൻകം എല്ലാം രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യുക. പക്ഷെ ഒരാൾ ഇന്ത്യയിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇതിൽ A റെസിഡൻറ്റും B നോൺ റെസിഡൻറ്റും ആണെങ്കിൽ ഇവരെ രണ്ടുപേരുടെയും ടോട്ടൽ ഇൻകം ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോത്ത് ആർ ഡിഫറെൻറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ദർ ഡിഫറൻസ് ഇൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ ദ ടോട്ടൽ ഇൻകം ഓഫ് ആൻ assessee ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണേ. അതിനെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ നോക്കാം. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രത്യേകത, ഒരു വ്യക്തി ഇറ്റ് ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ ദ ഡൊമിസൈൽ ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തി എവിടെ താമസിക്കുന്നു, ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി റെസിഡന്റ് ആണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്ന വ്യക്തി നോൺ റെസിഡന്റ് ആണെന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ ദ ഡൊമിസൈൽ ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ നാഷണാലിറ്റിയോ താമസ സ്ഥലം നോക്കിയിട്ടല്ല എന്ത് തീരുമാനിക്കണേ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കണേ. ബട്ട് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് ഹി ഈസ് ഫിസിക്കലി പ്രസന്റ് ഇൻ ഇന്ത്യ. നമ്മുടെ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ ആ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം, നമ്പർ ഓഫ് ഡേയ്സ് ഹി ഈസ് ഫിസിക്കലി പ്രസന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഫിസിക്കലി അയാൾ എത്ര ദിവസം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫോർ ഇൻകം ടാക്സ് പർപ്പസ്, an Indian citizen who may be residing in India, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ചിലപ്പോൾ നോൺ റെസിഡന്റ് ഇന്ത്യൻ ആവും. അതേസമയം an American citizen who is living in America may be a resident in India for income tax purpose. മനസ്സിലായോ? ഒരു അമേരിക്കക്കാരൻ ചിലപ്പോൾ ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെസിഡന്റ് ആവും, പക്ഷെ ഇന്ത്യക്കാരൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നോൺ റെസിഡന്റ് ആവും. സോ ആ ഹൗ മെനി ഡേയ്സ് നോക്കിയിട്ടാണ് നമ്മളൊരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യണത്. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ട പേഴ്സൺ മേ ബി an ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫേം, കമ്പനി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ എക്സെട്ര. എല്ലാവരുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ആണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹാസ് 3 residential status. All other persons have only 2 residential status, either resident or non resident. ബാക്കി എല്ലാവർക്കും 2 സ്റ്റാറ്റസ് ഉള്ളൂ, ഒന്നുകിൽ റെസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിരിക്കും. ബട്ട് ഫോർ ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഹിന്ദു അണ്ടർ ഫാമിലി ദേ ഹാവ് 3 residential status first. And section 6 deals with the residential status. ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 6 ആണ്. അതിൽ ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഫസ്റ്റ് വൺ resident or non-resident. First we have to check an individual is resident or non-resident, and if the answer is non-resident it's okay. But if your answer is resident, we again check he is ordinary resident or not ordinarily resident. അപ്പോൾ ഒരാളുടെ നമുക്ക് റെസിഡൻസ് സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെസിഡന്റ് എന്നാണ് ആൻസർ കിട്ടിയതെങ്കിൽ നമ്മൾ അഗെയിൻ ചെക്ക് ചെയ്യും അയാൾ ആരാണെന്ന്, ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണെന്ന്. ദസ് an individual have 3 residential status: ordinary resident, not ordinarily resident and non-resident. First, section 6 subsection 1 provides 2 basic conditions
to determine whether an assessee is resident or non-resident. ഇപ്പൊ നമുക്കൊരു വ്യക്തിയുടെ ഡാറ്റ കിട്ടിയാൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണത് അയാൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്നാണ്. അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ട് ഇൻകം ടാക്സിലെ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം 2 ബേസിക് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ അയാളെ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ, he was in India for a period or periods aggregating in all 182 days or more during the previous year. നമ്മുടെ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ പ്രീവിയസ് ഇയർ മിസ് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാണ് പ്രീവിയസ് ഇയർ? 1/4/2019 മുതൽ 31/3/2020 വരെ. നമ്മുടെ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ അതിൽ ഫോർ എ പീരീഡ് ഒരുമിച്ച് 182 ദിവസവും ഓർ എ പീരീഡ് അഗ്രഗേറ്റിംഗ് ഇൻ ഓൾ പല ദിവസങ്ങളിലായിട്ട് പല വർഷങ്ങളായിട്ട് ഒരുമിച്ച് പല ദിവസങ്ങളിലായിട്ട് മാസങ്ങളിലായിട്ട് ഒരുമിച്ച് കൂട്ടിയാലും മതി. ഒരു വർഷത്തിൽ എത്ര ദിവസമെങ്കിലും വേണം? 182 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഹി ഈസ് എ റെസിഡന്റ്. ഓക്കെ. ഓർ എന്ന് പറയാൻ കാരണം എന്താ? അത് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 182 ദിവസം ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ ദ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ അവിടെ ഫെയിൽ ചെയ്തു. അപ്പൊ നമ്മള് രണ്ടാമത്തെ ചെയ്താലും മതി. എനി വൺ മതി. അതുകൊണ്ടാണ് മിസ് ഓറിട്ടത്. എനി വൺ എന്ന് പറയുന്നത് പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താ? 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ മിനിമം 60 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് മാത്രം പോരാ. ആൻഡ് he was in India for a period or periods aggregating in all 365 days or more out of 4 years immediately preceding the previous year. നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടോ എന്ന് നോക്കുക. ആ 60 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള 4 വർഷങ്ങൾ എടുക്കുക. പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷങ്ങൾ എടുക്കുക. ഈ 4 വർഷങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് 365 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ഹി ഈസ് നോൺ ആസ് റെസിഡന്റ്. സോ ഒന്നുകൂടെ പറയാം. ഇഫ് ആൻ assessee satisfies any one or both of the basic conditions, he is resident. If he satisfies none of the basic condition, രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ he is known as non-resident. ക്ലിയർ? ഇനി അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മിസ് ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ഇതാണ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം വേണം. പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷങ്ങൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 18, 19, 17, 18, 16, 17, 15, 16 ഈ 4 കൊല്ലങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് 365 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഫിസിക്കലി പ്രസന്റ് ആയിട്ട് ഉണ്ടാവണം. ഇനി ഈ സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ ഒരു 60 ഡേയ്സിന് ഒരു ഇളവ് തന്നിട്ടുണ്ട് അല്ലെ? അത് മിസ് ഈ പറയുന്ന 3 കേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ എക്സെപ്ഷൻസ്, ഒഴിവുകൾ എഴുതിയേക്കണേ. എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോളോയിങ് 3 കേസസ് ദി 60 ഡേയ്സ് വിൽ എക്സ്റ്റെൻഡ് ടു 182 ഡേയ്സ്. എന്ന് പറഞ്ഞാൽ ഈ 3 കേസിൽ 182 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ആരാവുള്ളൂ? റെസിഡന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഹി ഈസ് നോൺ റെസിഡന്റ്. ഈ 60 ഡേയ്സ് എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ നോക്കണ്ട. അതൊന്ന്. ഇഫ് എ പേഴ്സൺ ലീവ്സ് ഇന്ത്യ ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ് ആൻഡ് ദാറ്റ് എംപ്ലോയ്മെന്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് പർപ്പസിനാണ് അയാൾ ഇന്ത്യ വിട്ട് പോയേക്കണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ അംബാസിഡേഴ്സ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് 182 ദിവസം ഉണ്ടെങ്കിലേ റെസിഡന്റ് ആവുള്ളൂ. സെക്കൻഡ് വൺ, ഇഫ് എ പേഴ്സൺ ലീവ്സ് ഇന്ത്യ ആസ് ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ മെമ്പർ അതിൽ മെമ്പർ ആയിട്ടാണ് പോയേക്കണെങ്കിലും 182 ദിവസം മസ്റ്റ് ആണ്. 3, എ പേഴ്സൺ ലീവിങ് എബ്രോഡ് കംസ് ടു ഇന്ത്യ ഓൺലി ഫോർ എ വിസിറ്റ്. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് അച്ഛനൊക്കെ ഗൾഫിലുണ്ടാവും, അവരിടയ്ക്ക് ഇയർലി നാട്ടിൽ വരണുണ്ടാവും, തിരിച്ചു പോകണ്ടാവും. അങ്ങനെ വിസിറ്റിന് മാത്രം ഇന്ത്യയിലേക്ക് വരുന്നവരുടെ കേസിലും 182 ദിവസം ഉണ്ടെങ്കിലേ അവരാരാവുള്ളൂ? റെസിഡന്റ് ആവുള്ളൂ. ഇൻ ഓൾ അതർ കേസസ് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 60 ഡേയ്സ് ആയാലും മതി, റെസിഡന്റ് ആക്കാം.
This is the two basic condition to determine whether an assessee is resident or non-resident according to section 6 subsection 1. The residential status deals with the section 6. Then next, if your answer is non-resident, double underline it. It's okay. നമുക്ക് കിട്ടിയ ആൻസർ നോൺ റെസിഡന്റ് ആണെങ്കിൽ നമ്മുടെ പ്രോബ്ലം അവിടെ തീർന്നു. നമുക്ക് അവിടെ അവസാനിച്ച് ഡബിൾ അണ്ടർലൈൻ ചെയ്തിടാം. ബട്ട് ഇഫ് യുവർ ആൻസർ ഈസ് റെസിഡന്റ്, നിങ്ങൾ പെട്ടു. ദാറ്റ് മീൻസ് നമ്മൾ അഗെയിൻ വി ഹാവ് ടു ചെക്ക് വെദർ ഹി ഈസ് ഓർഡിനറി റെസിഡന്റ് ഓർ നോട്ട് ഓർഡിനറിലി റെസിഡന്റ്. വീണ്ടും ചെക്ക് ചെയ്യണം. അതെങ്ങനെയാ ചെക്ക് ചെയ്യുക? ദി സെയിം കണ്ടീഷൻ വെച്ചിട്ടല്ല. For that, section 6 subsection 6 provides two additional conditions to determine whether an assessee is ordinary resident or not ordinarily resident. Okay, എന്താ നോക്കാം. വളരെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് കണ്ടീഷൻ, he was in India for a period or periods aggregating in all 730 days or more out of 7 years immediately preceding the previous year. നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷങ്ങൾ എടുക്കാം. 7 വർഷങ്ങൾ എടുക്കുമ്പോൾ അതിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്, അതാണ് മിസ് ഫോർ എ പീരീഡ് ഓഫ് ഓർ പീരീഡ്സ് അഗ്രിഗേറ്റിംഗ് ഇൻ ഓൺ, കണ്ടിന്യൂസ് 730 ദിവസം വേണം നിർബന്ധമില്ല. എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്, ഇപ്പൊ ആദ്യത്തെ വർഷം 2010 വന്നു, ഒരു 10 ദിവസം നിന്ന് തിരിച്ചു പോയി. 2011 വന്ന് ഒരു 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ആയാൽ മതി. 730, അങ്ങനെ 7 കൊല്ലം കൊണ്ട് 730 ദിവസമെങ്കിലും അയാൾ ഇവിടെ ഇന്ത്യയില് ഉണ്ടായിരിക്കണം, ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മിസ് നടുക്കിട്ടിരുന്നത് എന്താ? ഓറാണ്. ഓർ എന്ന് പറഞ്ഞാൽ എനി വൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാള് റെസിഡന്റ് ആവും. പക്ഷെ ഇവിടെ മിസ് ഇട്ടേക്കുന്നത് ആൻഡ് എന്നാ. ആൻഡ് മീൻസ് both conditions should be satisfied to become ordinary resident or not ordinary resident. രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഓക്കെ ഉള്ളൂ. അപ്പൊ ആദ്യം മിസ് പറഞ്ഞത് പ്രീവിയസ് ഇയറിന് മുൻപുള്ള 7 വർഷങ്ങൾ എടുക്കുമ്പോൾ 730 ദിവസം എങ്കിലും അയാൾ ഇന്ത്യയില് ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. അത് മാത്രം പോരാ. അത് ഓക്കെ ആണെങ്കിൽ രണ്ടാമത് നോക്കുക, he was resident in India. വെറുതെ ഫിസിക്കലി ഉണ്ടായാൽ പോരാ, റെസിഡന്റ്, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. എവിടെ? ഫോർ അറ്റ്ലീസ്റ്റ് 2 years ഔട്ട് ഓഫ് 10 years immediately preceding the previous year. നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷങ്ങൾ എടുക്കുമ്പോൾ അതിന് ഏതെങ്കിലും 2 വർഷം, അത് കണ്ടിന്യൂസ് 2 years ആവണമെന്നില്ല, എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് മതി. പക്ഷെ ആ ഒരു 2 yearൽ എടുക്കുമ്പോൾ he was resident in India, ഫിസിക്കലി പ്രസന്റ് ആയാൽ പോരാ, ഈ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, if an assessee satisfies both of the additional conditions, he is termed as ordinary resident. If an assessee satisfies any one of the additional condition or none of the additional condition, he is termed as not ordinarily resident. Okay, this is the basic and additional conditions to determine whether an assessee is ordinary resident or not ordinarily resident.